മടങ്ങി വരുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. സുപ്രീം കോടതിയിലേക്ക് ഇലക്ട്രൽ ബോണ്ട് കേസിൽ SBI വിമർശിച്ച് സുപ്രീം കോടതി. ബോണ്ടുകളുടെ സീരിയൽ നമ്പർ പ്രസിദ്ധീകരിക്കാത്തതിലാണ് വിമർശനമുണ്ടായിരിക്കുന്നത്. വിവരങ്ങൾ നൽകുന്നതിൽ സെലക്റ്റീവ് ആകരുതെന്ന് കോടതി വിമർശിച്ചു. അശ്വിനി നമുക്കൊപ്പം ചേരുന്നു. അശ്വിനി, ഈ വിഷയത്തിൽ സീരിയൽ നമ്പർ നൽകണമെന്ന നിർദ്ദേശം നേരത്തെ തന്നെ കോടതി കൈമാറിയതാണ്. ഇന്ന് ഈ കേസ് പരിഗണിച്ചപ്പോൾ കോടതി എന്തൊക്കെയാണ് നിലപാടെടുത്തത്, എന്തൊക്കെയാണ് പറഞ്ഞത്? സജിത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഇലക്ട്രൽ ബോണ്ട് കേസിൽ എല്ലാ വിവരങ്ങളും കൈമാറണമെന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയത്. എല്ലാ വിവരങ്ങളും എന്ന് പറയുമ്പോൾ ഈ ബാർകോഡ് അടക്കമുള്ള കാര്യങ്ങൾ അതിൽ ഉൾപ്പെടുത്തണം എന്ന് ഉദ്ദേശിച്ച് തന്നെയാണ് സുപ്രീം കോടതി ഉത്തരവിട്ടത്. ഇത് തന്നെയാണ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസും വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ന് കേസ് പരിഗണിച്ചപ്പോൾ. അതായത് എല്ലാ വിവരങ്ങളും എന്ന് പറയുമ്പോൾ അതിൽ ഒരു വിവരവും മാറ്റി നിർത്താൻ പാടില്ല എന്നതാണ് ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇതിന് പുറമെയാണ് SBI ഇതിൽ രൂക്ഷമായി വിമർശിക്കുകയും ചെയ്തത്. കാരണം ഇത്തരത്തിൽ വിവരങ്ങൾ മുഴുവനായി കൈമാറാതിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഈ നൽകിയ വിവരത്തിന്റെ ഉറപ്പ് അല്ലെങ്കിൽ ഇതിന്റെ സത്യസന്ധത ചോദ്യം ചെയ്യപ്പെടുന്ന ഇടയാക്കുമെന്നതടക്കമുള്ള നിരീക്ഷണങ്ങളും സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ, അതായത് ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ കൂടുതൽ വിവരങ്ങൾ SBI കൈമാറുക തന്നെ വേണം. അതുപോലെ തന്നെ ഇതിന്റെ എന്തുകൊണ്ട് ഇത്തരത്തിൽ ഈ രേഖകൾ മറച്ചുവെച്ചു, അതായത് ബാർകോഡ് അടക്കമുള്ള രേഖകൾ മറച്ചുവെച്ചു എന്നതടക്കമുള്ള ചോദ്യങ്ങളും ചീഫ് ജസ്റ്റിസ് ഉന്നയിക്കുകയുണ്ടായി. ഇതിൽ SBIക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ പറഞ്ഞ ഒരു ന്യായീകരണം അല്ലെങ്കിൽ ഒരു വാദം എന്ന് പറയുന്നത് ഒരു വിച്ച്ഹണ്ടിങ്, അതായത് ഇത്തരത്തിൽ വിവരങ്ങൾ കൈമാറാത്തതിൽ SBIക്ക് അല്ലെങ്കിൽ ഇത്തരം വിവരങ്ങൾ കൈമാറുന്നതിന് സാവകാശം തേടിയുള്ള SBIയുടെ നടപടികളെ അടക്കം മാധ്യമങ്ങൾ ചോദ്യം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം SBIക്ക് നേരെയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതിന്റെ പേരിൽ അവർക്ക് മേൽ സമ്മർദ്ദം ഉണ്ടാകുന്നു, അവരെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടാകുന്നു അടക്കമുള്ള വാദങ്ങളൊക്കെ സുപ്രീം കോടതിയിൽ ഉന്നയിക്കപ്പെടുകയുണ്ടായി. എന്നാൽ ഇതെല്ലാം തള്ളിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ സുപ്രീം കോടതി ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് വിവരങ്ങളെല്ലാം ലഭ്യമാക്കണം, അത് ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിട്ടുള്ളത്. സജിത്ത്, അശ്വിനി, ഈ ഇലക്ട്രൽ ബോണ്ട് കേസിൽ ഇതിൽ ഈ സീരിയൽ നമ്പറുകൾ പുറത്തു വരുമ്പോൾ ആരൊക്കെയാണ് പണം നൽകിയത്, അത് ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിയാണ് സ്വീകരിച്ചത് എന്നതിൽ ഒരു വ്യക്തമായ ചിത്രം ഉണ്ടാകുമെന്നതാണോ പ്രതീക്ഷിക്കുന്നത്? ഇതിൽ പ്രധാന ഹർജിക്കാരൻ CPM അടക്കമുള്ള കക്ഷികളാണല്ലോ. സുപ്രീം കോടതിയിൽ നിന്നും അത്തരം ഒരു വ്യക്തത കൈവന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് മേൽ, അതായത് പണം വാങ്ങിയ രാഷ്ട്രീയ പാർട്ടികൾക്ക് മേൽ ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രതിസന്ധിയായി ഈ കേസും കോടതി ഇടപാടുകളും മാറുമോ? സജിത്ത്, അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം ഇന്ന് പ്രധാനമായും കേരളത്തിലെ പ്രധാന പത്രങ്ങളിലടക്കം വന്ന വിവരങ്ങൾ ഒരു നിരീക്ഷണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിലയിരുത്തലിലേക്ക് നീങ്ങേണ്ട ഒരു സാഹചര്യമാണ് വെളിപ്പെടുത്തുന്നത്. കാരണം ഇതിൽ പ്രത്യേകമായും ഇലക്ട്രൽ ബോണ്ടിന്റെ വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് പ്രധാനമായും രംഗത്ത് വന്നത് പ്രതിപക്ഷ പാർട്ടികളാണ്. അതിൽ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികളുണ്ടായിരുന്നു. എന്നാൽ ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ വിവരങ്ങൾ കൃത്യമായി വെളിപ്പെടുത്താൻ ഈ പാർട്ടികൾ തയ്യാറായിട്ടില്ല എന്നതാണ് ഈ പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന വാർത്തകളിൽ ശ്രദ്ധേയം. കാരണം വെറും 10 പാർട്ടികൾ മാത്രമാണ് രാജ്യത്തെ ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ വിവരങ്ങൾ കൈമാറിയിട്ടുള്ളത്. ഈ വിവരങ്ങൾ കൈമാറാത്ത പാർട്ടികളിൽ BJPക്ക് പിന്നാലെ കോൺഗ്രസും ഉണ്ട് എന്നതുള്ളത് എടുത്തു പറയേണ്ടതാണ്. കാരണം അവർക്ക് എവിടെ നിന്നാണ്, ആരാണ് നൽകിയിട്ടുള്ളത്, അല്ലെങ്കിൽ എത്രത്തോളം പണം അവർ നൽകിയിട്ടുണ്ട് എന്നത് കോൺഗ്രസ് വെളിപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ഇലക്ഷൻ കമ്മീഷന്റെ സൈറ്റിൽ ഇന്നലെ പ്രസിദ്ധീകരിച്ച രേഖകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം DMK അടക്കമുള്ള മറ്റ് പ്രതിപക്ഷ പാർട്ടികളും അതുപോലെ തന്നെ JDUയും ഒക്കെ ഇത്തരത്തിൽ ഈ വിവരങ്ങളൊക്കെ വെളിപ്പെടുത്തിയതായും നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഒരു രാഷ്ട്രീയം, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കൂടി പ്രഖ്യാപിച്ചൊരു സാഹചര്യത്തിൽ ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ കൂടുതൽ വിവരങ്ങൾ വരുന്നത് അത് ഏത് തരത്തിൽ വിനിയോഗിക്കപ്പെടും, അല്ലെങ്കിൽ അത് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ആയുധമാകാവുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. പ്രത്യേകിച്ച് BJPക്കെതിരെ ഇതുവരെ വന്ന വിവരങ്ങൾ വെച്ചിട്ട് BJPക്കെതിരെ പ്രതിപക്ഷം ഒരു ആയുധമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഈ ഇലക്ട്രൽ ബോണ്ട് നൽകിയതിനകത്ത് ED അന്വേഷണം നേരിടുന്ന കമ്പനികളാണ് പ്രധാനമായും BJPക്ക് തുക കൈമാറിയിട്ടുള്ളതെന്നടക്കമുള്ള ആരോപണങ്ങളൊക്കെ ഉയർന്നിട്ടുണ്ട്. എന്നാൽ ഇത് തെളിയിക്കാനുള്ളൊരു രേഖകൾ അല്ലെങ്കിൽ ഈ കമ്പനികൾ ആർക്കാണ് ഇത്തരത്തിൽ തുക കൈമാറിയതെന്ന് അടക്കമുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ബാർകോഡ് അല്ലെങ്കിൽ ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ കോഡുകൾ, രഹസ്യ സീരിയൽ നമ്പർ അടക്കമുള്ളവയുടെ പ്രാധാന്യവും അർഹിക്കുന്നത്. കാരണം ഈ സീരിയൽ ബോണ്ട് വെച്ചിട്ട് ആർക്ക് പണം കൈമാറി എന്നതടക്കമുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാകാനും സാധിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിലവിലുള്ള ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ വിവരങ്ങൾ പുറത്തു വന്നെങ്കിലും അത് സംബന്ധിച്ചൊരു വ്യക്തത അല്ലെങ്കിൽ ഒരു അവ്യക്തത തുടരുന്നത് അത് ഒഴിവാക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഏതൊക്കെ പാർട്ടികൾക്ക്, ഏതൊക്കെ കമ്പനികളിൽ നിന്ന് അല്ലെങ്കിൽ ഏതൊക്കെ വ്യക്തികളിൽ നിന്ന് പണം ലഭിച്ചു, അത് എത്രത്തോളം പണം ലഭിച്ചിട്ടുണ്ട് എന്നതൊക്കെ അടക്കമുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ, അത് രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ മാറ്റങ്ങൾക്കായിരിക്കും അത് കൊണ്ടുവരുന്നത്. അശ്വിനി, ഒരു കാര്യം കൂടി, അതായത് ഈ ഇലക്ട്രൽ ബോണ്ടുകൾ രൂപീകരിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം വരുമ്പോൾ
അതിൻ്റെ ഒരു പ്രൈവസി കീപ്പ് ചെയ്യണം എന്നൊരു നിർദ്ദേശം ഉണ്ടായിരുന്നതായ ചില സൂചനകൾ വരുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ ഈ സീരിയൽ നമ്പറുകൾ SBI കോടതിയിൽ സമർപ്പിച്ചാലും അതൊരു പൊതുരേഖയാവാനോ ഒരു പരസ്യരേഖയാവാനുള്ള സാധ്യത എത്രമാത്രമുണ്ട്? അത് നേരത്തെ ഈ SBIയുടെ രേഖകൾ അതേപടി ഇലക്ഷൻ ഈ മാധ്യമങ്ങൾക്കും അടക്കം പൊതുജനങ്ങൾക്ക് ലഭ്യമാവുന്ന ഒരു പൊതുരേഖയായിരുന്നല്ലോ. അതുപോലെ തന്നെ ഈ സീരിയൽ നമ്പറുടെ കാര്യത്തിലും അത്തരമൊരു വ്യക്തത ഉണ്ടാകുമോ? അങ്ങനെ കരുതാമോ? നിലവിൽ സുപ്രീം കോടതിയുടെ നിലപാടുകൾ പരിശോധിച്ചാൽ അത്തരത്തിലൊരു വ്യക്തത വരുത്താൻ വേണ്ടി തന്നെയായിരിക്കും കോടതി നിർദ്ദേശിക്കാൻ ഏറെ സാധ്യതയുള്ളത്. കാരണം ഇലക്ട്രൽ ബോണ്ടിന്റെ വിവരങ്ങൾ രഹസ്യാത്മകമാണെന്ന നിലപാടായിരുന്നു സർക്കാർ ഇതുവരെ കൈക്കൊണ്ടിരുന്നത്. എന്നാൽ അത് പാടെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിന്റെ വിവരങ്ങൾ കൈമാറാൻ അല്ലെങ്കിൽ പ്രസിദ്ധപ്പെടുത്തണമെന്ന രീതിയിൽ സുപ്രീം കോടതി നിലപാടെടുത്തത്. ആ ഒരു വീക്ഷണത്തിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ബാർകോഡ് അടക്കമുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ സീരിയൽ നമ്പർ അടക്കമുള്ള ഈ വിവരങ്ങൾ അത് പുറത്തുവിടാൻ തന്നെയായിരിക്കും കോടതി തീരുമാനമെടുക്കുക. മറ്റൊരു തീരുമാനം കോടതിയുടെ ഭാഗത്ത് നിന്ന് നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാനാവുന്നതല്ല. കാരണം ഇപ്പോൾ SBIയെ ഇതിൽ വിമർശിക്കുന്നതടക്കമുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് വെച്ച് മാത്രമാണ് നമുക്ക് ഇതൊക്കെ പറയാൻ സാധിക്കുന്നത്. അതേസമയം ഇത് ഒരു രഹസ്യാത്മക വിവരമാണ്, അല്ലെങ്കിൽ മറ്റു കമ്പനികളുടെ അവരുടെ പ്രവർത്തനത്തിനെ ഇത് ബാധിക്കും, അല്ലെങ്കിൽ അവർക്കൊരു തെറ്റായി അല്ലെങ്കിൽ അവർക്കൊരു നെഗറ്റീവ് ഇംപ്രഷൻ ഇതിൽ നിന്ന് ഉണ്ടാകുമെന്നടക്കമുള്ള ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത്തരം കമ്പനികൾ ഇതിനെതിരെ രംഗത്ത് വരാനൊരു സാഹചര്യം നിലവിലുണ്ടോ എന്നുള്ളതും കൂടെ പരിശോധിക്കണം. കാരണം കമ്പനികൾ കൂടി ഇതിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലൊരു മാറ്റം ഉണ്ടായേക്കാം. കാരണം അവരുടെ ഇതിന്റെ ഈ ഒരു ഇലക്ട്രൽ ബോണ്ട് അവർ ആർക്കൊക്കെ നൽകി അതിന്റെ ഒരു വിവരങ്ങൾ പുറത്തു വരുന്നത് അവരുടെ പ്രവർത്തനത്തെ അതുപോലെ തന്നെ ഓഹരി വിപണിയിലടക്കം പ്രതിഫലിച്ചേക്കാമെന്നടക്കമുള്ള ഒരു വാദങ്ങൾ അവർ ഉന്നയിക്കാനൊരു സാധ്യതയുണ്ട്. അങ്ങനെ അതുകൂടി കണക്കിലെടുത്ത് ചിലപ്പോൾ ഈ കമ്പനികൾ ആരെങ്കിലും സമീപിച്ചു കഴിഞ്ഞാൽ മറിച്ചൊരു തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. സജിത്ത്, യെസ്, അതാണ് ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട സാഹചര്യം. അത് കോടതി പരിഗണിക്കുകയാണ്. സുപ്രീം കോടതി സുപ്രധാന ഇടപെടലാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ വിഷയത്തിൽ നടത്തുന്നത്. ഇലക്ട്രൽ ബോണ്ട് രേഖകൾ പരസ്യപ്പെട്ടതോടെ വിവാദമായ ഒരു കമ്പനി കൂടി കേരളത്തിലുണ്ട്. കിറ്റെക്സ് എന്ന കമ്പനിയാണ്. കാരണം സ്വന്തമായി രാഷ്ട്രീയ പാർട്ടി ഉള്ള കിറ്റെക്സ് MD അല്ലെങ്കിൽ കിറ്റെക്സ് കമ്പനി എന്തിന് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന കൊടുത്തു എന്നതാണ് രാഷ്ട്രീയ രംഗത്ത് ഉയർന്ന വിമർശനം. ഇതിൽ പ്രധാന വിമർശനം നടത്തുന്നത് കുന്നത്തുനാട് MLA കൂടിയായ കുന്നത്തുനാട് ശ്രീനിജൻ, PV ശ്രീനിജനാണ് ഇത്തരമൊരു വിമർശനം തന്നെ ഉന്നയിച്ചത്. കിറ്റെക്സ് MD സാബു M ജേക്കബിനെതിരെ പോസ്റ്റുമായിട്ടാണ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ടിന്റെ വിവരങ്ങൾ വെളിപ്പെടുത്തുക എന്നാവശ്യപ്പെട്ടാണ് ഹാസ്യരൂപേണയുള്ള പോസ്റ്റ്. വിവരങ്ങൾ വെളിപ്പെടുത്തുന്നതിലൂടെ സാബു ജേക്കബിന്റെ സത്യസന്ധതയുടെ യാഥാർത്ഥ്യം അണികൾ അറിയട്ടെ എന്നും ശ്രീനിജന്റെ പോസ്റ്റിൽ പറയുന്നുണ്ട്. ഡാനി ഇപ്പോൾ നമുക്കിപ്പം ചേരുന്നു. ഡാനി, ശ്രീനിജന്റെ പോസ്റ്റ് ഒരു പ്രശ്നം, അതിനുമപ്പുറം ഈ സാബു ജേക്കബ് അല്ലെങ്കിൽ കിറ്റെക്സ് കമ്പനി എന്തിന് മറ്റു രാഷ്ട്രീയ പാർട്ടികൾക്ക് പണം നൽകി എന്ന ചോദ്യം ഉയർത്തുകയാണ് പൊതുവിൽ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത്. ഇതിനെ എങ്ങനെയാണ് അവർ നേരിടുന്നത്? ഒപ്പം ഇക്കാര്യത്തിൽ ശ്രീനിജൻ അടക്കം ഉയർത്തുന്ന വിമർശനം അതെങ്ങനെയാണ്? സജിത്ത, ഈ ഇലക്ട്രൽ ബോണ്ട് അത് നൽകിയത് കമ്പനികൾ ഇതെല്ലാം തന്നെ പൊതുവിൽ വിവാദത്തിലേക്ക് നടന്നെടുക്കുമ്പോൾ തന്നെയാണ് ഈ കിറ്റെക്സ് നൽകിയ സംഭാവന ഇത് ആർക്ക് എന്നുള്ള വലിയ ചോദ്യം ഉയരുകയും ചെയ്യുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം ഇവിടെ കിറ്റെക്സ് അവരുടെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നുവെന്നും സാമ്പത്തികമായിട്ട് ഈ കമ്പനിയുടെ നടത്തിപ്പ് സംസ്ഥാനത്ത് തുടർന്നു കൊണ്ടുപോകാൻ സാധ്യമല്ലാത്ത രീതിയിലേക്കടക്കം കാര്യങ്ങൾ വരുന്നു. തങ്ങൾ പുറത്തേക്ക് സ്ഥലം സംസ്ഥാനം വിടുകയാണ്, തെലങ്കാനയിലേക്കടക്കം ഞങ്ങൾ കേന്ദ്രീകരിക്കുന്നു, ഇവിടുത്തെ മന്ത്രിസഭ സർക്കാർ അടക്കം ഞങ്ങളെ ദ്രോഹിക്കുന്നു എന്നെല്ലാം തന്നെ വലിയ രീതിയിൽ പറയുമ്പോൾ തന്നെയാണ് ആ ഒരു സമയത്ത് തന്നെ ഇത്തരം ഒരു വലിയ സംഭാവനകൾ നൽകുന്നു. അതോടൊപ്പം തന്നെ 2020 എന്നൊരു സംഘടന അത് രൂപീകരിച്ചുകൊണ്ട് അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. മൊത്തം ഇവിടെ നടക്കുന്ന ഈ രാഷ്ട്രീയ ഇടപാടുകൾ നടക്കുന്നുവെന്നും മറ്റു സംഘടനകളെല്ലാം അതിരൂക്ഷമായിട്ട് വിമർശിക്കുന്നു, രാഷ്ട്രീയ പാർട്ടികളെ വിമർശിക്കുന്നു, സംഭാവനകൾ നൽകുന്നതിലും വാങ്ങുന്നതിലും കോഴ നൽകുന്നതിനടക്കമുള്ള വിമർശനങ്ങൾ അതിശക്തമായി ഉന്നയിക്കുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ് 2020യും അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുമായ സാബു M ജേക്കബും. ആ ഒരു സമയത്ത് തന്നെ ഈ ഇലക്ട്രൽ ബോണ്ട് സംബന്ധിച്ച് ഇലക്ട്രൽ ബോണ്ട് ഏതാണ്ട് 25 കോടിയോളം രൂപ ഇലക്ട്രൽ ബോണ്ട് ആയിട്ട് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. പക്ഷേ ഇത് ആർക്ക് നൽകിയെന്ന് ഇതുവരെയും വ്യക്തമാക്കാനും തയ്യാറായിട്ടില്ല. ഇതിലെ ഒരു വൈരുദ്ധ്യമാണ് ഇപ്പോൾ ശ്രീനിജൻ കുന്നത്തുനാട് MLA ആണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നത്. ഇത് ആർക്ക് നൽകിയെന്ന് വ്യക്തമാക്കാൻ ഇനിയെങ്കിലും തയ്യാറാകണമെന്ന് പരിഹാസ രൂപേണ അദ്ദേഹം ചോദിക്കുകയും ചെയ്യുന്നത്. ഇത് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ളത്
2020യും ഇവിടെ മത്സരിക്കുന്നു. എറണാകുളത്തും ചാലക്കുടിയിലും അവർക്ക് സ്ഥാനാർത്ഥികളുണ്ട്. വലിയ രീതിയിൽ മത്സര രംഗത്തേക്ക് വരുമ്പോൾ അവർ ഉയർത്തിപ്പിടിക്കുന്ന കാര്യങ്ങളിൽ ഘടകവിരുദ്ധമായിട്ടുള്ള പെടുന്നതാണ് ഈ രീതിയിലുള്ള സംഭാവനകളും എന്ന് തന്നെ ശ്രദ്ധേയം തന്നെയാണ്. അതുതന്നെയാണ് ഇവർ എല്ലാവരും തന്നെ ചോദ്യം ചെയ്യുകയും ചെയ്യുന്നത്. കാരണം ഇത്തരമൊരു സംഭാവനകൾ ഏത് ഘട്ടത്തിൽ നൽകി, എന്തായിരുന്നു ഇതിന്റെ ആവശ്യം, ഇത് വ്യക്തമാക്കണം. നിങ്ങളൊരു വ്യവസായ സ്ഥാപനമാണ്, ഇതെല്ലാം തന്നെ നടത്തിക്കൊണ്ടു പോകുമ്പോൾ തന്നെയാണ് 2020 എന്നുള്ളൊരു സംഘടനയ്ക്ക് രൂപം നൽകുന്നു. അത് രാഷ്ട്രീയ ഘട്ടത്തിലേക്ക് അടക്കം വരികയും ചെയ്യുന്നത് പല രീതിയിലുള്ള ആദർശപരമായ കാര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സംഭാവന, ഇത്രയും വലിയൊരു തുക സംഭാവന നൽകിയിട്ടുണ്ടെങ്കിൽ അത് ആർക്കാണ്, അതെന്തിനാണ്, ഏത് സാഹചര്യത്തിലാണ് എന്ന് വ്യക്തമാക്കണം എന്നൊരു ചോദ്യം പൊതുവിൽ തന്നെയും ഉയരുന്നത്. ഇതിന് 2020 ഇപ്പോൾ ഔദ്യോഗികമായിട്ടൊരു മറുപടിയും ഇക്കാര്യത്തിൽ ഒന്നും തന്നെയും നൽകിയിട്ടില്ല. ഈ സംഭാവന നൽകിയ ഒരു സമയമെന്നെല്ലാം പറയുന്നത് വലിയ രീതിയിലുള്ള സർക്കാരുമായ ഒരു ഏറ്റുമുട്ടൽ നടക്കുകയും ഈ തെലങ്കാനയിലേക്കടക്കം സ്ഥാപനങ്ങൾ മാറ്റുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ആ ഒരു ഘട്ടത്തിൽ, ആ ഒരു പീരീഡ് ഓഫ് ടൈമിലെല്ലാമാണ് ഇതെല്ലാം തന്നെ നടക്കുന്നത്. അപ്പോൾ ഇത് എന്തായിരുന്നു ഇതിന്റെ ഒരു ആവശ്യം, എന്തായിരുന്നു ഇതിന്റെ ഒരു പ്രസക്തി എന്നതെല്ലാം തന്നെ ചോദ്യചിഹ്നമാവുകയാണ്. ആർക്ക് നൽകി എന്നത് അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. സ്ഥലം MLA കൂടിയായ 2020യുമായി, അതായത് ആശയപരമായിട്ട് തന്നെ വലിയ രീതിയിൽ തന്നെ ഒരു ഏറ്റുമുട്ടലാണ് എപ്പോഴും തന്നെ നടക്കുന്നത്. PV ശ്രീനിധൻ MLAയും സ്ഥലം MLA, അതോടൊപ്പം തന്നെ 2020യും എല്ലാം തമ്മിൽ അദ്ദേഹം തന്നെയാണ് ഈ ഒരു ചോദ്യം വലിയ രീതിയിൽ തന്നെ ഉന്നയിക്കുന്നത്. ഇത് ആർക്ക് കൊടുത്തുവെന്ന് ഇനിയെങ്കിലും പറയണം. നിങ്ങൾ എടുത്തിരിക്കുന്ന നിലപാടുകൾ, നിങ്ങൾ സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് ഘടകവിരുദ്ധമാണ്, ഇത് പറയണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. 2020 എന്തായാലും ഇതിനോട് പ്രതികരിച്ചിട്ടില്ല. എന്തായാലും ഇലക്ട്രൽ ബോണ്ട് വിവാദത്തിൽ പ്രതിസന്ധിയിലാവുകയാണ് കിറ്റെക്സ് കമ്പനിയും ഉടമ സാബു എം ജേക്കബും. മടങ്ങി വരാം, ഇടവേള.